ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പിതാവായ ദൈവം മനുഷ്യകുലത്തോടുള്ള സ്നേഹത്താൽ തൻ്റെ പ്രിയപുത്രനെ, വചനമാകുന്ന ദൈവത്തെ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ മാംസമായി അവതരിക്കാൻ അനുവദിച്ചു. എന്താണ് വചനം മാംസമായി അവതരിച്ചു എന്ന് പറയുന്നതിൻ്റെ ആഴമായ അർത്ഥം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. There is no moment in our life where God is absent. നമ്മോടൊപ്പം വസിക്കാൻ, നമ്മളോടൊപ്പം എന്നുമായിരിക്കാൻ വചനം മാംസമായി, മാംസം അപ്പമായി. എന്തു മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. പലപ്പോഴും ഈശോ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പമായി മാറിയതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കണത്തിൽ പോലും പൂർണ്ണമായും രക്തത്തിലും അപ്പമായി മാറിയ, വീഞ്ഞായി മാറിയ ദൈവം അലിഞ്ഞു ചേരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹീസ് പ്രസൻറ്റ് ഓൾ ടൈം ഇൻ അവർ ലൈഫ്. എപ്പോഴും നമ്മളോട് കൂടെ നടക്കുന്നൊരു ദൈവം. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോയാലും, നമ്മുടെ സങ്കടങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, സന്തോഷങ്ങളിൽ, നാം ആയിരിക്കുന്ന എല്ലാ അവസ്ഥയിലും നമ്മോടൊപ്പം ചലിക്കുന്ന, നമ്മോടൊപ്പം ആയിരിക്കുന്ന, പ്രസൻറ്റ് ആയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുക. പുൽക്കൂട് അതിനുള്ള ഒരു ഉത്തരമായിരുന്നു. നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മോടൊപ്പം നടക്കുന്ന, സുഹൃത്തായി നമ്മെ നയിക്കുന്ന ഒരു ദൈവം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.